ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലെ വലിയ ഒരു വിസ്മയമാണ്. ആദ്യകാലം സ്വാതന്ത്ര്യ സമര കാലത്ത് പലരും വിഭജനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ പല രാഷ്ട്രീയ കാരണങ്ങളാലോ മുസ്ലിം ലീഗിനെ എതിർത്തെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വർഗീയമാണ് എന്ന് പറഞ്ഞെങ്കിൽ, അതുമല്ലെങ്കിൽ മുസ്ലിം ലീഗിന് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞെങ്കിൽ, പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തിയാണ് 2025 ഓഗസ്റ്റ് 24 ഈ നെഹ്റു സ്റ്റേഡിയം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെഹ്റു സ്റ്റേഡിയത്തിലാണ്. ഈ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ഇൻഡോർ സ്റ്റേഡിയം പശ്ചാത്തലമാക്കി സംസാരിക്കുന്നത്. കാരണം 1948, അതായത് 47 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അത് കഴിഞ്ഞുള്ള ഒരു വർഷം, ആ 48 മാർച്ച് 10 ചെന്നൈയിൽ അതിവിഖ്യാതമായ രാജാജി സെൻറ്റർ, ആ രാജാജി സെൻറ്റർ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തിൻ്റെ നായകത്വത്തിൽ മുസ്ലിം ലീഗിൻ്റെ യോഗം ചേരുന്നു. ആ യോഗത്തിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ന്യൂനപക്ഷ, പിന്നോക്ക, ദളിത് ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് ഒരുമിക്കാം എന്നുള്ള വലിയ മുദ്രാവാക്യവുമായിട്ട് ആ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ പല എതിർപ്പുകളും നേരത്തെ പറഞ്ഞതുപോലെയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ, കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ പല സർക്കാരുകൾ വന്നു, പല തരത്തിലുള്ള പീഡനങ്ങൾ നടന്നു. പിന്നോക്ക ന്യൂനപക്ഷ പീഡനങ്ങൾ നടന്നപ്പോഴും വളരെ ശക്തമായിട്ട് ആ ഹരിത പതാകയുടെ തണലിൽ കേരളത്തിലാണെങ്കിൽ, മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ, പിന്നീട് നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ പാർലമെൻറ്റ് മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഖായിദെ മില്ലത്ത് തുടങ്ങി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജ്യസഭയിലേക്ക് നമ്മൾ വന്നാൽ ഹാരിസ് റഹ്മാൻ വരെയുള്ള നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങൾ എടുക്കുക, അവരുടെ സംസാരങ്ങൾ എടുക്കുക, ഓരോ വിഷയത്തിലും എത്രയെത്ര ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള സമുദായത്തെ, ന്യൂനപക്ഷത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉച്ചൈസ്തര്യം വളരെ ശക്തമായി സംസാരിച്ചുകൊണ്ട് അവരിടപെട്ടു. ആ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ചെറിയ തണലാണെങ്കിൽ പോലും അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തണലിൻ്റെ വിലാസമായിട്ട് ഖായിദെ മില്ലത്ത് സെൻറ്റർ മാറുകയാണ്. ജനങ്ങളിൽ നിന്നും ചെറിയ തുക, പാർട്ടി പ്രവർത്തകരിൽ നിന്നും ചെറിയ തുക പിരിച്ചെടുത്തുകൊണ്ട്, ആ പിരിച്ചെടുത്ത തുക കൊണ്ടാണ് ഡൽഹി നമുക്കൊക്കെ അറിയാം, ഡൽഹി സുൽത്താനേറ്റ് അറിയാം, മുഗൾ ഭരണം അറിയാം, അതിനൊക്കെ ശേഷം സ്വാതന്ത്ര്യ സമരവും ആ കാലഘട്ടവും അതിനുശേഷമുള്ള വർത്തമാന കാലഘട്ടവും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഡൽഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. നമ്മളിപ്പോൾ ഉത്തരേന്ത്യയിൽ ധാരാളം തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് അതെല്ലാം ഏകോപിപ്പിക്കുന്ന വലിയ പ്രസ്ഥാനമായിട്ടാണ് ഖായിദെ മില്ലത്ത് സെൻറ്റർ മാറാനായിട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ 2025 ഓഗസ്റ്റ് 24 എന്നുള്ളത് ഇനി ചരിത്രത്തിൽ തങ്ക ലിപികളിൽ രേഖപ്പെടുത്താൻ പോകുന്ന വലിയ ദിനമായിട്ടാണ് മാറാൻ പോകുന്നത്. ആ ദിനം ഇനിയിപ്പോൾ കാറ്റും കോളും കാർമേഘങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ ഉണ്ടെങ്കിൽ, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ നമ്മളിപ്പോൾ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തി ആയിരക്കണക്കിന് മുസ്ലിം ലീഗ് പ്രവർത്തകർ അവർ വലിയ വികാരത്തോടുകൂടി വളരെ ശക്തിയായിട്ട് ആ മുദ്രാവാക്യം മുഴക്കുമ്പോൾ അത് തന്നെയാണ്, അതായത് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക്, അതിൻ്റെ പുരോഗതിക്ക് ഏറ്റവും വലിയ നിദാനമായിട്ട് ഇത് മാറുന്നത്. ഏതായാലും കൂടുതൽ വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്, തിരികെ വരും.